റൈറ്റ്, ഇപ്പൊ ശരിയല്ലേ? Sir. Okay, yes. Okay, so the deflection of a simply supported beam with a load acting at the center, right? So using double integration method ആണ് ചെയ്യുന്നത്. For that, let us consider a simply supported beam, with a load acting at the, let W with the load which is acting at the center, and is at a distance L/2 the load is acting. Okay, ഇതാണ് കേസ്. Now ഇതില് നമ്മൾ കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങൾ എത്രയാണ്? ഒന്ന്, ഇത് once you are applying the load എന്ത് സംഭവിക്കുന്നു വെച്ചാൽ this will deflect, അല്ലെ? നമുക്കൊരു ഫൈനൽ പൊസിഷൻ നോക്കിയാൽ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും, അതുപോലെ ഡിഫ്ലക്ട് ചെയ്യും, റൈറ്റ്? So ഇവിടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് you have to find the maximum deflection. Okay, this is the y maximum. Okay, and നമുക്കിവിടെ അടുത്ത് കണ്ടുപിടിക്കുന്ന സാധനം വെച്ചാൽ ഈ രണ്ട് പോയിന്റിന്റെയും സ്ലോപ്പും കൂടെ കണ്ടെത്തണം. Okay, സ്ലോപ്പ് ആക്ടിങ് അറ്റ് ബി. Okay, എന്ന് വെച്ചാൽ സ്ലോപ്പ് തീറ്റ ബി ആൻഡ് തീറ്റ എ, സ്ലോപ്പ് ആക്ടിങ് അറ്റ് എ ആൻഡ് സ്ലോപ്പ് അറ്റ് ബി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഇത് ചെയ്യുന്നത് യൂസിങ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ്. ഫൈൻ. നൗ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് നിർത്താൻ പറഞ്ഞാൽ നിർത്തും. ഓക്കെ, നൗ ലെറ്റ് us consider a section xx at a distance x from the end b, okay, which is in between c and b. Okay, നമുക്ക് അതിലേക്ക് വരാം. So consider a section xx in between c and b, at a distance x from end b. Okay, b at a distance x. Right. ഓക്കെ, നമുക്ക് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിലേക്ക് പോകും. നമ്മൾ പ്രൊസീജിയർ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സി ബി സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് ഈ എക്സ് എക്സിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് കണ്ടെത്താൻ പോവാണ്. ഓക്കെ, നമുക്ക് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിൽ ചെയ്യേണ്ടത് വെച്ചാൽ മൊമെന്റ് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുക, അല്ലെ? സോ ഇതിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മൊമെന്റ് ഇക്വേഷൻ. യു ഹാവ് ഇക്വേറ്റ് വിത്ത് സ്പെസിഫിക് കേസ്. ഓക്കെ, ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇക്വേറ്റ് വിത്ത് സ്പെസിഫിക് കേസ് എന്നാണ് ഈ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ആൻഡ് ദെൻ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് സെക്ഷന്റെ ഫുൾ കേസ് നമുക്ക് കിട്ടും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ എൻ പോയിന്റിലെ ഡിഫ്ലക്ഷൻ കാണാൻ പറ്റും, അതുപോലെ ഈ സെന്റർ പോയിന്റിലെ എൻ പോയിന്റിലെ സ്ലോപ്പ് കാണാൻ പറ്റും, ഈ ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷൻ കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ആ കൂടെ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു സെക്ഷൻ ആണ് കേട്ടോ. ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന സെക്ഷൻ മാത്രമാണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിലെ മാത്രം ഡീറ്റെയിൽസ് എടുക്കാനാണ് ഞാൻ പോകുന്നത്. ഓക്കെ, നൗ സോ ദ ബെൻഡിങ് മൊമെന്റ്, അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് at section xx is equal to, is equal to bending moment bm, or m is equal to bending moment at section xx is equal to, it is nothing but rb into x ആണ്, അല്ലെ? റിയാക്ഷൻ rb into x distance, അല്ലെ? ഈ xx എന്നുള്ള സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് ആണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ rb into x, വേറെ ലോഡ് ഒന്നും അവിടെ അതിന്റെ എഫക്ട് ഒന്നും വരുന്നില്ല, അല്ലെ? സോ rb into x is the moment. ക്ലിയർ അല്ലേ? ഇതൊരു പ്രശ്നമില്ലല്ലോ, അല്ലെ? കുഴപ്പമുണ്ടോ? ഹലോ, ഇവിടെ കേൾക്കുന്നില്ലേ? ഹലോ, Sir. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഈ റിയാക്ഷൻസ് ആർ എയും ആർ ബിയും എന്താണെന്ന് അറിയണം, അല്ലെ? നമുക്ക് ആർ എ ആർ ബി ഒരു സൈഡിൽ നമുക്ക് കണ്ടെത്താം. ഓക്കെ, ഇത് ആക്ച്വൽ സ്റ്റെപ്പ് തന്നെയാണ്. ഞാനിവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ നമുക്ക് ആർ എ ആർ ബി നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം, അല്ലെ? ഈ ഒരു കേസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഫോഴ്സ് ബാലൻസ് ചെയ്യാം. ഫോഴ്സ് ബാലൻസിങ് ആണെങ്കിൽ ആർ എ പ്ലസ് ആർ ബി is equal to total load W. Again, now if you take moment with respect to A is equal to 0, എന്ത് വരും? W into L by 2 ആണ്. W into L by 2 clockwise moment is balanced by anti-clockwise moment, അല്ലെ? Is equal to RB into L, or
RB is equal to W by 2 എന്ന് കിട്ടും. Therefore, RA value also equal to W by 2. അല്ലെ? കാരണം ഇത് കറക്റ്റ് സെൻട്രലാണ്. നമുക്ക് ഇത് വെറുതെ ഊഹിച്ചിട്ട് തന്നെ പറയാൻ പറ്റും W by 2 അല്ല. കാരണം കറക്റ്റ് സെൻട്രലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. രണ്ട് സപ്പോർട്ടാണല്ലോ. അപ്പൊ രണ്ട് സപ്പോർട്ട് ഈക്വലി ആ ലോഡിനെ ഷെയർ ചെയ്യും അല്ലെ? അപ്പൊ W by 2 ആയിരിക്കും അവിടെ വരുന്ന ലോഡ്. റൈറ്റ്. Therefore, your moment is equal to RB into X, which is nothing but W by 2 into X. Fine. Now, നമുക്കൊരു കാര്യം അറിയാം. എന്താണ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ XX is equal to this one. Okay, ഇത് സ്പെസിഫിക് ഇക്വേഷൻ ആണ്. ഈ XX എന്നുള്ള സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ സ്പെസിഫിക് ഇക്വേഷൻ ആണ്. സിമിലർലി നമുക്ക് എന്ത് പറയാം? സിമിലർലി ബെൻഡിങ് മൊമെന്റ് is also equal to EI d square y divided by dx square. Let this be my first equation. Let this be my second equation. Right. So അങ്ങനെയാണെങ്കിൽ we can say that so from 1 and 2. From 1 and 2, your EI d square y by dx square is equal to RB into X or W by 2 into X. Okay. So from 1 and 2, you can left side random moment, you can equate the equation 1 and 2. Okay. So moment at this section XX is the equation on the generalized equation on EI d square y by dx square and W by 2x in the specific case like RB into perpendicular distance. Okay, load into perpendicular distance. Right. Now, in this solve we are going with a double integration method. Okay, we'll start with your double integration method. Double integration method. Okay, so this is രണ്ട് മെത്തേഡ്. Macaulay method ഇതുവരെ എല്ലാം സെയിം ആണ്. Okay, ഇതേപോലെ തന്നെ പ്രൊസീജിയർ വരാം. Now, അവിടെ നമ്മൾ രണ്ട് തവണ ഇന്റഗ്രേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അതിൽ കുറച്ച് ട്രിക്കി കാര്യങ്ങൾ അതിന് ആഡ് ചെയ്യുന്നുള്ളത് മാത്രം. ഓക്കെ. നോ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് നമുക്ക് ഫസ്റ്റ് ടൈം ഇന്റഗ്രേഷൻ ചെയ്യാം. സോ ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 3. ഓക്കെ, ലെറ്റ് ദിസ് ബി യുവർ ഇക്വേഷൻ 3. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? EI into dy by dx is equal to W by 2 into X square by 2 plus constant of integration C1 and the 2. Right. Now this is your slope equation. Right. Because dy by dx and dy by dx are slope represent in the factor. Right. Now with plus C1 is the constant of integration. Right. Now again integrating this equation, integrating slope equation. Slope equation I am going to integrate it. EI into y is equal to W by 2 into X cube by 6. X cube by 6 plus C1x plus C2 which is your deflection equation. Which is your deflection equation. Right. So we have two equations. One slope equation deflection equation. So EI dy by dx is equal to okay. So equation is EI dy by dx is equal to W by 4x square plus C1. W by 4x square plus C1. This is deflection equation. Deflection equation and the slope equation is EI into y is equal to W by 12 x cube W by 12 x cube plus C1x plus C2. Okay, so the number is 4 5 so this equation be 4 and this equation be 5. Okay, which is your slope equation. Okay, see നമുക്ക് ഇപ്പോൾ ഇതിപ്പോ നിങ്ങൾ സാധാരണ രീതിയിൽ മാത്സിലൊക്കെ ചെയ്ത ഒരു ഫോമിലേക്ക് എത്തി. ഓക്കെ, രണ്ട് ഇക്വേഷന്റെ ഫോമിലേക്ക് വന്നു. ഇനി ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു ഡിറ്റർമിൻ ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഓക്കെ, ഇതിന് ചെയ്തു പോകണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമിൻ ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കാണാം. സോ ഡിറ്റർമിനിങ് കോൺസ്റ്റന്റ് ടു ഫൈൻഡ് C1 and C2. Constant of integration കണ്ടുപിടിക്കണമെങ്കിൽ you have to apply the boundary conditions. Okay, and the first boundary condition നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു simply supported beam ആണെങ്കിൽ
സോ ഇതാണ് എക്സ് ഡിസ്റ്റൻസ്. ഞാൻ ഈ ബി എന്നാണ് എക്സ് ഡിസ്റ്റൻസ് എടുക്കുന്നത്. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെ, എന്ന് വെച്ചാൽ ബി ആണ് ആ പോയിന്റ് അല്ലെ. സോ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഇസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. എന്തായിരുന്നു y എന്താവും പറഞ്ഞോ? എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ ബി എന്നുള്ള പോയിന്റ് ആണ്. യുവർ y ഡിഫ്ലക്ഷൻ വിൽ ബി ഈക്വൽ ടു യെസ്, y is equal to 0. Right. അടുത്ത ബൗണ്ടറി കണ്ടീഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെൻ എക്സ് ഇസ് ഈക്വൽ ടു എൽ y is equal to 0 അല്ലെ. എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ എ എന്നുള്ള പോയിന്റ് എത്തി അല്ലെ. അറ്റ് എ എന്നുള്ള പോയിന്റ് യുവർ y വാല്യൂ ഇസ് ഈക്വൽ ടു 0. ഓക്കെ. പക്ഷെ ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് ഒരു ബൗണ്ടറി കണ്ടീഷൻ കൂടെ എടുക്കാം. അപ്പൊ ഈ ഒരു സെന്ററിൽ ലോഡ് വരുന്ന കേസിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. ഈ ലോഡിന്റെ പൊസിഷൻ സെന്ററിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് മാറിയാൽ പോലും അത് പറ്റില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഓക്കെ. അപ്പൊ കറക്റ്റ് സെന്ററിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക്, കാരണം ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്ന് വെച്ചാൽ വെൻ എക്സ് ഇസ് ഈക്വൽ ടു എൽ ബൈ ടു അല്ലെ, എക്സ് ഈക്വൽ ടു എൽ ബൈ ടു സെന്ററിലാവുന്ന പോയിന്റ്, കാരണം ഇത് കറക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ബെൻഡ് ആവുക. സെന്റർ പോയിന്റ് നമുക്ക് സ്ലോപ്പ് വരച്ചാൽ സ്ലോപ്പ് 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ എക്സ് ഈക്വൽ ടു എൽ ബൈ ടു യുവർ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ. ഇങ്ങനെ 3 ബൗണ്ടറി കണ്ടീഷൻസ് നമുക്കിവിടെ കിട്ടും. ഇത് വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ഓരോ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ C1 ഉം C2 ആണ്. Now, so substituting your boundary condition 1, okay, first boundary condition in slope equation, sorry, in deflection equation. Okay, fifth equation ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നോക്കാം. അപ്പൊ എന്താ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ when x equal to 0 y equal to 0 ആണ്. x value 0 ആകുമ്പോൾ y value 0 ആകും. So that means the left hand side will be equal to 0 which is equal to 0 plus C1 ന്റെ വാല്യൂ 0 ആയി plus C2 എന്ന് കിട്ടും. Or your constant of integration C2 is equal to 0. Fine. Clear അല്ലേ? ഇതുവരെ എന്റെ കൂടി ഇല്ലേ? പോയിട്ടില്ലല്ലോ. കണക്ഷൻ വിട്ടു പോകുന്നില്ലല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ അല്ലേ? മുന്നോട്ട് പോട്ടെ. എന്താടാ സ്ലോപ്പിന്റെ ഇക്വേഷൻ അല്ലേ? ഒന്നുകൂടെ പറയാം, കേട്ടില്ല, ക്ലിയർ ആയില്ല. സാർ അത് സാറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ? അത് C1 C2 ഇല്ലല്ലോ, അത് സ്ലോപ്പിന്റെ ഇക്വേഷൻ അല്ലേ? അല്ല, സ്ലോപ്പിന്റെ ഇക്വേഷൻ ഇതാണ്, dy ബൈ dx വരുന്നതാണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ. ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ഇതാണ്. മനസ്സിലായില്ലേ? ഞാൻ എന്താ ചെയ്തേ? എക്സ് 0, രണ്ട് എക്സും 0 ആയി, C1 എക്സും 0 ആയി, ഈ ടേമിന്റെ എക്സും 0 ആയി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വൈന്റെ ടേമും 0 ആയി, C2 മാത്രമേ ഉള്ളൂ. ഞാൻ എഴുതിയത് മാറിപ്പോയി അല്ലേ? സോറി. ഓക്കെ സോറി. ഡിഫ്ലക്ഷനും ഇത് സ്ലോപ്പുമാണ്. ഓക്കെ റൈറ്റ്. യെസ്, ഗുഡ്. ഓക്കെ, അപ്പൊ ഇത് ഡിഫ്ലക്ഷൻ ആണ്, മറ്റേത് സ്ലോപ്പ് ആണ്. റൈറ്റ്. സോ C2 is equal to 0. നോ ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ, നമുക്ക് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള എളുപ്പമുള്ള ഒരു സാധനം വെച്ചാൽ ഈ സ്ലോപ്പിന്റെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എടുക്കുന്നതായിരിക്കും. കാരണം C1 ന്റെ വാല്യൂ ആണ് ഇതിനടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കേസിൽ എങ്ങനെ ചെയ്യാനുള്ള ഒരു അതോറിറ്റി നമുക്ക് കിട്ടുള്ളൂ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് യുവർ ബൗണ്ടറി കണ്ടീഷൻ 3 in slope equation എന്ത് കിട്ടും നോക്കാം. എന്താ പറയുന്നത്? when x equal to L by 2, okay, x value L by 2 ആകുമ്പോൾ dy by dx is to L by 2 the whole square plus C1 എന്ന് കിട്ടും അല്ലെ? or C1 is equal to എന്ത് വരും? minus WL square by 4 into 4 16 എന്ന് കിട്ടും. So for your C1 value is minus WL square by 16. അതേപോലെ C2 വാല്യൂ 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പണ്ട് മാത്സിലെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ഇത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കാതെ നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്ത് പോകുന്നു മാത്രം. ഓക്കെ, നമ്മൾ ഒരു സ്പെസിഫിക് കേസിലേക്ക് വന്നു, അത് അപ്ലൈ ചെയ്യുന്ന സ്പെസിഫിക് കേസിലേക്ക് വന്നിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ റൈറ്റ്. അപ്പോ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ C1 ഉം C2 ഉം കിട്ടി. റൈറ്റ്. നമുക്കിനി ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ,
Now substituting value of C1 and C2 in slope and deflection equation. Okay, so അങ്ങനെയാണെങ്കിൽ your EI into dy by dx is equal to W by 4 into x square minus WL square by 16 എന്ന് കിട്ടും. Similarly, EI into y deflection equation is equal to W by 12 x cube minus WL square by 16 into x എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻ. ഇവിടെ റിവൈസ്ഡ് ആയിട്ടുള്ള സ്ലോപ്പ് ഇക്വേഷനും അതേപോലെ ഡിഫ്ലക്ഷൻ ഇക്വേഷനും. ഇനി നമുക്ക് ഓരോ പോയിന്റിലെ, കാരണം ഇതിപ്പോ കണ്ടീഷൻസ് എല്ലാം ആയി, ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പിന്നെ കണ്ടുപിടിക്കേണ്ട വാല്യൂസിലേക്ക് പോവാം. ഓക്കെ, സോ ആസ് ഐ സെഡ്, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട കേസ് സ്ലോപ്പ് അറ്റ് ദീസ് എൻഡ് പോയിന്റ്സും അതുപോലെ ഡിഫ്ലക്ഷൻ അറ്റ് ദ സെന്റർ പോയിന്റുമാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് സ്ലോപ്പ് അറ്റ് ബി പോയിന്റ് കാണാം. ഓക്കെ, സോ സ്ലോപ്പ് അറ്റ് ബി. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് അറ്റ് എൻഡ് ബി. ഓക്കെ, എൻഡ് ബിയിലെ സ്ലോപ്പ് കാണണമെങ്കിൽ എന്ത് വേണം? എൻഡ് ബിയിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെൻ എക്സ് വാല്യൂ ഇസ് ഈക്വൽ ടു 0, അല്ലെ? എക്സ് 0 ആവുന്ന സമയത്താണ് നമുക്ക് ബി പോയിന്റിലേക്ക് എത്തുക, അല്ലെ? സോ സ്ലോപ്പ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട്, സോ സ്ലോപ്പ് അറ്റ് ബി എന്ന് പറയുമ്പോൾ, സോ സ്ലോപ്പ് ഇക്വേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് EI ഇൻറ്റു dy by dx, അല്ലെ? സ്ലോപ്പ് അറ്റ് ബി. ഓക്കെ, സ്ലോപ്പ് അറ്റ് ബി ക്കാണ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റേഷൻ കൊടുത്തത്. ഇസ് ഈക്വൽ ടു W by 4 into L into x, അല്ലെ? എക്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയി, അല്ലെ? 0 raised to 0 square, അല്ലെ? കാരണം when x equal to 0 ആണ്, x equal to 0, x 0 ആവുന്ന സമയത്താണ് നമ്മളെ ബി എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടുക. റൈറ്റ്, മൈനസ് WL square by 16. റൈറ്റ്, സോ ദാറ്റ് മീൻസ് നമുക്ക് EI into ഡിഫ്ലക്ഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, തീറ്റ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, is equal to ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് പോകും, മൈനസ് WL square by 16 എന്ന് കിട്ടും, ഓർ തീറ്റ ബി is equal to minus WL square by 16 EI. Therefore, for a simply supported beam with a load acting at the center, അതിന്റെ deflection at one end is equal to WL square by 16 EI. ഓക്കെ, ഇതൊരു റിലേഷൻഷിപ്പ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതൊരു സൊല്യൂഷൻ ആയിട്ട് എടുക്കാം. ക്ലിയർ ആണോ ഇതുവരെ? സ്ലോപ്പ് കണ്ടെത്തിയ വരെ? ആണോ? ഇനി ഇവിടെ കുഴപ്പമുണ്ട് എന്താ വെച്ചാല്, ഇനി ഇതേപോലെ തീറ്റ എ കാണണമെങ്കിൽ, തീറ്റ സ്ലോപ്പ് അറ്റ് എ കാണണമെങ്കിൽ എനിക്ക് എക്സ് ഇക്വൽ ടു എൽ എന്ന് കൊടുത്താൽ പോരെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ എക്സ് ഇക്വൽ ടു എൽ എന്ന് കൊടുത്താൽ മാത്രം കിട്ടില്ല. കാരണം എന്താ വെച്ചാല്, നമ്മൾ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷന്റെ കേസിൽ മാത്രമാണ്. മനസ്സിലായോ? നമ്മൾ ഈ ഒരു CD എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തിട്ട് CD-ന്റെ ഇൻ ബിറ്റ്വീനിൽ ആക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ എടുത്തിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ C to B മാത്രമേ ഈ പറയുന്ന ഇക്വേഷൻ വാലിഡ് ആയിട്ടുള്ളൂ. ഓക്കെ, ഈ നമ്മൾ ഈ എടുത്ത സ്ലോപ്പ് ഇക്വേഷനും ഡിഫ്ലക്ഷൻ ഇക്വേഷനും ഒക്കെ വാലിഡ് ആവുന്നത് C to B മാത്രമാണ്. ഈ ഒരു C തൊട്ട് A വരെയുള്ള പോർഷനിൽ ദാറ്റ് ഇക്വേഷൻ ഇസ് നോട്ട് വാലിഡ്. ആ ഇക്വേഷൻ അവിടെ വാലിഡ് ആവണമെങ്കിൽ എന്തെടുക്കണമായിരുന്നു? ഈ XX എന്നുള്ള സെക്ഷൻ ഞാൻ ഇവിടെ എടുക്കണമായിരുന്നു. ഓക്കെ, ഇവിടെ അത് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ C1 C2 വാല്യൂ ഒക്കെ കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ ഒരു സെക്ഷന്റെ കേസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് ബേസ് ചെയ്തിട്ട് എനിക്ക് രണ്ട് പോയിന്റിലെ സ്ലോപ്പേ കാണാൻ പറ്റും. ഒന്ന് തീറ്റ ബിയിലെയും രണ്ടാമത്തത് ഈ സെന്റർ പോയിന്റിലെയും. പക്ഷേ ഈ സെന്റർ പോയിന്റ് നമുക്കറിയാം, അത് ബേസ് ചെയ്ത് നമ്മൾ തുടങ്ങിയത് അത് 0 ആണ്. ഫൈൻ, റൈറ്റ്. നൗ ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ കാണാം. നൗ ഡിഫ്ലക്ഷൻ at C. ഓക്കെ, കാരണം ഡിഫ്ലക്ഷൻ നമുക്ക് കാണേണ്ടത് മാക്സിമം ഡിഫ്ലക്ഷൻ ഇസ് അറ്റ് ദ സെന്റർ, അല്ലെ? അപ്പൊ ഡിഫ്ലക്ഷൻ at C നമുക്ക് നോക്കാം. സോ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, which is E into I into Y is equal to, അപ്പൊ എപ്പോഴാണ് ഡിഫ്ലക്ഷൻ at C കാണണമെങ്കിൽ when x is equal to L by 2, അല്ലെ? സെന്റർ പോയിന്റ് ആണ്. when x value is equal to L by 2 എനിക്ക് സെന്റർ പോയിന്റ് C യിലേക്ക് എത്താം, അല്ലെ? Therefore, when x equal to L by 2, my deflection at C, okay, YC എന്ന് ഞാൻ കൊടുക്കുകയാണ്, is equal to W by 12 into L by 2 the whole cube minus W L square by 16 into L എന്ന് വരും. ഓക്കെ, L by 2. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എനിക്ക് കിട്ടും WL³ by 8 into 12 96 എന്ന് വരും അല്ല WL³ by 96 minus WL³ by 32 എന്ന് കിട്ടും. ഓർ ഓൺ സോൾവിങ് ദിസ് എന്ത് കിട്ടുന്ന വെച്ചാൽ മൈനസ് WL³ by 48 എന്ന് കിട്ടും. ഓക്കെ, ഓർ my deflection YC is equal to minus WL³ by 48 EI എന്ന് കിട്ടും. Okay, so this is the deflection at the midpoint. Okay, ഇനി നമുക്ക് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ ബീം തന്നിട്ടുണ്ടാവും അല്ലെ, ലെങ്ത് ഓഫ് ദ ബീം തന്നിട്ടുണ്ടാവും, യങ്സ് മോഡുലസ് E തന്നിട്ടുണ്ടാവും, ഹൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കാം, ലോഡ് ആക്ടിങ് തന്നിട്ടുണ്ടാവും, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ബി വാല്യൂ ഡയറക്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കിട്ടും. സിമിലർലി ഡിഫ്ലക്ഷൻ ചെയ്യണമെങ്കിലും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ അറ്റ് ദ പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇത് ജനറലൈസ്ഡ് ഇക്വേഷന്റെ ഫോം ആണ്. നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ആണെങ്കിൽ പോലും ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്. ഓക്കെ, നൗ തീറ്റ എ കാണണമെങ്കിൽ ഞാനിപ്പോ പറഞ്ഞു ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് തീറ്റ എ കാണാൻ പറ്റില്ല. പക്ഷെ തീറ്റ എ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ കറക്റ്റ് സെന്ററിൽ ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് സിമെട്രിക് ആണ് അല്ലെ. നമ്മൾ ഈ ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഈസ് സിമെട്രിക്. ഓക്കെ, സിമെട്രിക് ആയതുകൊണ്ട് തീറ്റ ബി എന്ന് പറയുന്നത് തന്നെയായിരിക്കും തീറ്റ എ. ഓക്കെ, സിമെട്രിക് ആയതുകൊണ്ട് മാത്രം. ഓക്കെ, സിൻസ് സിമെട്രിക് your theta a value is minus w, so minus one second. Okay, symmetric ആയതുകൊണ്ട് your theta a value is equal to minus WL³ by 48 EI തന്നെയായിരിക്കും. ഓക്കെ, അതിൽ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തീറ്റ എ വാല്യൂ കിട്ടും. റൈറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമ്മൾ ആകെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ശരിക്കും വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഇത്രയും സ്റ്റെപ്പ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇതുപോലെ തോന്നുമെങ്കിലും ഇവിടെ നമ്മൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. എന്താ ചെയ്തത്, ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, അതിലെ ആ പോയിന്റിലെ മൊമെന്റ് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള മൊമെന്റ് ഇക്വേഷൻ എടുത്തു, ജനറലൈസ്ഡ് ഇക്വേഷൻ എടുത്ത് രണ്ട് ഇക്വേറ്റ് ചെയ്തു, അതിന് രണ്ട് തവണ ഇന്റഗ്രേറ്റ് ചെയ്തു, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടെത്തി. നമ്മൾ പണ്ടേ ചെയ്യുന്ന കാര്യമാണ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടെത്താൻ. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടെത്താൻ ഒരു കാര്യം വേണ്ടത് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ്. ബൗണ്ടറി കണ്ടീഷൻ സിംപ്ലി സെപ്പറബിൾ ബീമിന്റെ എങ്ങനെയൊക്കെ വരും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഡയറക്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുക ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഫോർ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോ. ഓക്കെ, ഡയറക്റ്റ് ആണ്. റൈറ്റ്, യെസ്. ഓക്കെ, അപ്പോ ഇവിടെ വരുന്നൊരു പ്രശ്നം ഇതിപ്പോ സിമെട്രിക് ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് തീറ്റ ആയ വാല്യൂ ഇതുവരെ ഓക്കെ ആണോ, ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ക്ലിയർ ആണോ? ആദ്യത്തെ ഏത് ഇക്വേഷനാ? ആദ്യം തുടങ്ങുന്നു ഏതാണ് ഈ മൊമെന്റിന്റെ ഇക്വേഷനാ? ഓക്കെ, ഇവിടെ ഇതല്ലേ രണ്ട് ഇക്വേറ്റ് ചെയ്ത് എങ്ങനെയാന്നല്ലേ അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, സി മുതൽ ബി വരെയുള്ള ഈ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അതിൽ ഒരു ആർബിട്രറി സെക്ഷൻ, ഒരു എക്സ് എന്നുള്ള സെക്ഷൻ ഞാൻ, കാരണം എനിക്ക് ഒരു വേരിയബിൾ വേണം, ഒരു എക്സ് എന്നുള്ള ഒരു വേരിയബിൾ വേണം, എന്നാലും എനിക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എക്സ് സ്ക്വയർ കറക്റ്റ് ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ആർബിട്രറി സെക്ഷൻ എടുത്തു, ഈ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റിന്റെ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ ഫ്രെയിം ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സെക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു ഫോഴ്സേ ഉള്ളൂ, ആർ ബി എന്നുള്ളതാണ് ആ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതാണ് ഇവിടെ ചെയ്തത്. ആർ ബി മൊമെന്റ് ഇസ് ഈക്വൽ ടു ആർ ബി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് എക്സ്. ആർ ബി എന്താ നമ്മളിവിടെ സോൾവ് ചെയ്തപ്പോൾ മനസ്സിലായി, ആർ ബി W/2 ആണ്. സോ മൊമെന്റ് ഇസ് ഈക്വൽ ടു W/2 ഇൻറ്റു എക്സ്. ഓക്കെ, ഇനി മൊമെന്റ് ഏതൊരു പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ജനറലൈസ്ഡ് ഇക്വേഷൻ ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്ന് വെച്ചാൽ EI d²/dx² ആണ്. Y അറിയാമെങ്കിൽ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ EI ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏത് പോയിന്റിലെ മൊമെന്റും എനിക്ക് കിട്ടും. ഓക്കെ, ഇത് ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ്, ഏത് പോയിന്റിലെ മൊമെന്റ് കാണാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് മൊമെന്റ് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് മൊമെന്റ് ഇക്വേഷൻ ആണ്, ഇത് മൊമെന്റ് ഇക്വേഷൻ ആണ്, ഇത് മൊമെന്റ് ഇക്വേഷൻ ആണ് ഈ ഒരു പോയിന്റിലെ x എന്നുള്ള പോയിന്റിലെ. ഓക്കെ, അപ്പൊ പിന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടു തവണ ഇന്റഗ്രേറ്റ് ചെയ്തു പോകുന്നു. ക്ലിയർ ആണോ? റിയാക്ഷൻ കണ്ടുപിടിച്ചതാ?
RA RB കിട്ടിയതാണോ? അതെ അതെ. RA RB കിട്ടാൻ സാധാരണ നമ്മള് സിംപിൾ സപ്പോർട്ട് ബീമിൽ എങ്ങനെയാണ് റിയാക്ഷൻസ് ആണ്? സെയിം പ്രോസസ്. എന്താ, ആദ്യം ഫോഴ്സ് ബാലൻസ് ചെയ്യാം അല്ലെ. RA+RB is equal to ലോഡ് W അല്ലെ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഫോഴ്സ് ബാലൻസിങ് ഇക്വേഷൻ ആയിരുന്നു. എന്താ, ടോപ്പ് അപ്വേർഡ് ഫോഴ്സ്, താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇസ് ഈക്വൽ ടു അപ്വേർഡ് ഫോഴ്സ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എന്താ ചെയ്തത്, മൊമെന്റ് ഇതാ ഈ W കൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവും. RB കൊണ്ട് രണ്ട് ഫോഴ്സ് ഇവിടെ വരുന്നുള്ളൂ. ഒന്ന് ഈ A എന്നുള്ള പോയിന്റ് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൊമെന്റ് വിത്ത് റെസ്പെക്ട് A എടുക്കുക അല്ലെ. ഒന്ന് W കൊണ്ട് ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്, അതേപോലെ RB കൊണ്ട് ഇവിടെ ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ എന്തായിരിക്കണം, ക്ലോക്ക് വൈസ് മൊമെന്റ് മസ്റ്റ് ബി ബാലൻസ്ഡ് ബൈ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. മനസ്സിലായില്ലേ? അപ്പൊ ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയുന്നത് W ഇൻറ്റു L/2. ഈ ലോഡ് W ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L/2 കൊണ്ടാണ് ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവുന്നത്. ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാക്കുന്നത് എന്താ, RB, റിയാക്ഷൻ RB ഇൻറ്റു ടോട്ടൽ ലെങ്ത് L. ഓക്കെ, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ RB is equal to W/2 എന്ന് കിട്ടും. RB W/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ RA+W/2 is equal to W എന്ന് വരും അല്ലെ. RA+W/2 is equal to W or RA is equal to W/2. ക്ലിയർ ആണോ? ഓക്കെ, നമ്മള് രണ്ട് റിയാക്ഷൻസും കിട്ടും. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ സ്ലോപ്പും ഡിഫ്ലക്ഷനും ഒക്കെ കിട്ടും. ഇതാണ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്. ഓക്കെ, ഇനി ഈ മെത്തേഡിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ബാക്കി എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലെ മെത്തേഡ്? ഇനി ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ, ഇതിപ്പോ സിമെട്രിക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു θB = θA ആണെന്ന് പറഞ്ഞു. ഇനി നേരെ മറിച്ച് ആ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സംഗതി മാറും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ലോഡ് ആക്ട് ചെയ്യുന്ന ഈ ഒരു എൻഡിലാണെന്ന് വിചാരിക്കാം. AB and C എന്നുള്ള പോയിന്റ് ഇവിടെ ആണെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറും. ഓക്കെ, എന്ന് വെച്ചാൽ ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ, ഇപ്പം ഈ ഒരു കേസ് ഒരു എസെൻട്രിക് ലോഡിംഗ് കണ്ടീഷൻ ആണെങ്കിൽ, ഓക്കെ, വിത്ത് എ ലെങ്ത് L, ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് BA, ഈ ഡിസ്റ്റൻസ് B എന്നുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നെങ്കിൽ, ഇത് ചെയ്തു വരണമെങ്കിൽ ഇതിന്റെ കേസിൽ നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷനേ കിട്ടുള്ളൂ. ഒന്ന് അറ്റ് x = 0, ഞാൻ ഇങ്ങനെയാണ് x ഡിസ്റ്റൻസ് എടുക്കുന്നതെങ്കിൽ x = 0, y = 0 ആയിരിക്കും. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ x = L ഉം y = 0. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷനാണ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ തന്നെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു സെക്ഷനെ ഇവിടെ എടുക്കാം. നമ്മൾ എന്ത് സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു XX എന്നുള്ള സെക്ഷൻ എടുത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, XX എന്നുള്ള സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ബെൻഡ് ആവുന്നതും ഏതാണ്ട് ഇതുപോലെയാണ്. AB എന്നുള്ള എടുത്താല്, AB എന്നുള്ള രണ്ട് പോയിന്റ് എടുത്താൽ ഇത് ഇങ്ങനെയാണ് ബെൻഡ് ആവുക അല്ലെ. ഇവിടെയാണ് ഫോഴ്സ് വരുന്നത്. അപ്പോ സെന്റർ പോയിന്റിൽ ഈ നേരത്തെ നമ്മൾ എടുത്തിരുന്നത് സെന്ററിൽ യുവർ സ്ലോപ്പ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. അങ്ങനെ ഒരു 0 പോയിന്റ് ഇവിടെ കിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം. ഓക്കെ, ഒരു കറക്റ്റ് 0 ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ കിട്ടില്ല. എപ്പോഴും രണ്ട് പോയിന്റിലും എവിടെയെങ്കിലും ഒരു സ്ലോപ്പ് ഉണ്ടാവും, ഫൈനൈറ്റ് സ്ലോപ്പ് ഉണ്ടാവും. കറക്റ്റ് സെന്ററിലാണെങ്കിൽ മാത്രമേ സ്ലോപ്പ് 0 എന്നുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടുള്ളൂ. ഒന്ന്. ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക് ആദ്യം ഈ CB എന്നുള്ള സെക്ഷൻ എടുത്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാലേ θ@B കിട്ടുള്ളൂ. θ@A കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ വീണ്ടും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് ഇത് വീണ്ടും സോൾവ് ചെയ്യണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് കേസ് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ ഈ CB എന്നുള്ള സെക്ഷനിൽ എനിക്ക് രണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവും, C1 ഉം C2. സിമിലർലി സെക്കൻഡ് സെക്ഷൻ എടുത്തിട്ട് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും രണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരും, C4 ഉം C5 ഉം. സിമിലർലി നമ്മൾ ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ലോഡിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമില് നമ്പർ ഓഫ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. എന്നിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല്, ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ഈ സെക്ഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരും, C1 C2. ഇനി അടുത്ത പോർഷൻ സോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക് വീണ്ടും ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് ഇതിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് ഒക്കെ വെച്ച് ഇക്വേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും രണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരും, C3 C4. അടുത്ത സെക്ഷൻ എടുക്കുമ്പോൾ വീണ്ടും വരും C5 C6. ഈ പോയിന്റ് എടുക്കുമ്പോൾ C7 C8. ലാസ്റ്റ് സെക്ഷൻ എടുക്കുമ്പോൾ C9 C10. എന്ന് വെച്ചാൽ ഇത്രയും കാര്യം സോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്രയും 10 കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടെത്തേണ്ടി വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ ഏതാണ്ട് ഒരു 100 പേജിന്റെ നോട്ട് തീർക്കാം. അത്രത്തോളം
ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. അതും പലപ്പോഴും പല പോയിന്റിൽ നമുക്ക് സോൾവ് ചെയ്യാനും വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. റൈറ്റ്. ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഈ എൻ പോയിന്റ് ബൗണ്ടറി കണ്ടീഷൻ ഇപ്പൊ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ എക്സ് ഈക്വൽ ടു 0 വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ അപ്ലിക്കബിൾ ആണ്. കാരണം എക്സ് 0 ആകുമ്പോൾ ബി എന്നുള്ള പോയിന്റ്. എക്സ് ഈക്വൽ ടു എൽ എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ സി ടു ബി ആണ്, അല്ലെ? സി ടു ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ. അതുകൊണ്ട് അറ്റ് എക്സ് ഈക്വൽ ടു എൽ എന്നുള്ള ഡിസ്റ്റൻസ് എനിക്ക് എടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അവിടെ വീണ്ടും അടുത്ത കൺസ്ട്രെയിന്റ് വന്നു. അപ്പൊ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിരിക്കും. ഈ ഒരു പ്രോബ്ലം നിങ്ങളെ മറ്റേ ബെൻസാളിൽ സോൾവ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിൽ. ഓക്കെ, അതിൽ തന്നെ ഏതാണ്ട് 3-4 പേജ് ആ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ലെങ്തി ആവും പ്രോസസ്സ്, അത്രയും ഹെക്ടിക് ആവും പ്രോസസ്സ്. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കലി അങ്ങനെ ചെയ്തിട്ട് പോകാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു മണ്ടൻ പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് മെക്കൗളെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, സോ മാത്തമാറ്റീഷ്യൻ കോൾഡ് മെക്കൗളെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഓക്കെ, പലരും ഇതിന്റെ മുകളിൽ റിസർച്ച് ചെയ്തു. അങ്ങനെ മെക്കോളേജ് കണ്ടെത്തിയ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല് അതൊരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്, ഡബിൾ ഇന്റഗ്രേഷൻ തന്നെയാണ്, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് തന്നെയാണ്. പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചാല്, നമ്മളിപ്പം ഇവിടെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കുന്നതിന് പകരം പുള്ളി എല്ലാ ലോഡും വരുന്ന ഫൈനൽ കണ്ടീഷൻ എടുത്തു. ഫോർ എക്സാമ്പിൾ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ഈ എൻ സെക്ഷനിൽ മാത്രം എടുത്തു. ഓക്കെ, സി ഇതേപോലെ ഒരു നമ്പർ ഓഫ് ലോഡ് ആക്ട് ചെയ്യുന്ന കേസ് ആണെങ്കിൽ, ഓക്കെ, നമ്പർ ഓഫ് ലോഡ് ആക്ട് ചെയ്യുന്ന കേസ് ഉണ്ടെങ്കിൽ എ ആൻഡ് ബി ആണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ കേസ് ബൈ കേസ് എടുക്കാതെ പുള്ളി ഒരു ജനറലൈസ് ഒരു സിംഗിൾ ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്കെ, കൺസിഡറിങ് ഏറ്റവും ലാസ്റ്റ് ഉള്ള സെക്ഷൻ കൺസിഡർ ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, എന്നിട്ട് എല്ലാ ലോഡിന്റെയും ഇൻവോൾവ്മെന്റ് വരുന്ന തരത്തിൽ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. എന്നിട്ട് സിംഗിൾ C1 ആൻഡ് C2 എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരുന്ന രീതിയിലായി ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. എന്നിട്ട് ഈ രണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇപ്പം ഇവിടെ 10 കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടെത്തേണ്ട പകരം മെക്കോളസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ മാത്രമേ വരുള്ളൂ. അത് മാത്രം കണ്ടുപിടിച്ച് ഡയറക്റ്റ് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം അത് ഒരു ടെക്നിക്കാണ്. ഓക്കെ, ലോജിക്കലി എല്ലാ ലോജിക്കും മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ പുള്ളി ഫോർമുലേറ്റ് ചെയ്ത ഒരു ടെക്നിക്കാണ് ഈ മെക്കോളേസ് മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ ഒരു പ്രോബ്ലത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം തന്നെ എടുക്കാം. നമുക്ക് ജനറലൈസ്ഡ് കേസ് എടുക്കേണ്ട, കൺഫ്യൂഷൻ ആവും. നമുക്കൊരു ആക്ച്വൽ പ്രോബ്ലം എടുത്തിട്ട് അത് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ക്ലിയർ ആണോ? ഏതാണ്ട് ഡിഫറൻസ് മനസ്സിലായോ? പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, റൈറ്റ്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അല്ലെ? ടൈം ആയോ? ഏഹ് 11 മണിയല്ലേ? ഓക്കെ, നമുക്ക് മെത്തേഡ് നാളെ എടുക്കാം. ഓക്കെ, അറ്റൻഡൻസ് എടുക്കാം. എല്ലാവരും ഇല്ലേ? ആപ്ഷൻ ഉണ്ടോ? 28 പേരുണ്ടല്ലോ ഇതിന്. ആരൊക്കെ ആബ്സെന്റ് നോക്കാം. എല്ലാവരും ഇല്ലേ? യെസ്, ഓക്കെ. അപ്പൊ മക്കളെ അസൈൻമെന്റ് നോക്കുക.